ഹാർമോണിയൽ അപ്രോച്ച് നേരത്തെ മാഡം പറഞ്ഞല്ലോ, ഇതിലൊരു വേണ്ടത് ഹാർമോണിയൽ അപ്രോച്ച്. ഞാൻ പറഞ്ഞുതരാം. ഹാർമോണിയൽ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർമോണിയൽ അപ്രോച്ചിൽ നമുക്ക് വേണ്ട കാര്യം ആദ്യം പരസ്പര സ്നേഹം രണ്ടുപേർക്കും ഉണ്ടാവുക, പരസ്പര ബഹുമാനം രണ്ടുപേർക്കും ഉണ്ടാവുക, പരസ്പര വിശ്വാസം രണ്ടുപേർക്കും ഉണ്ടാവുക. ഈ ഹാർമോണിയൽ അപ്രോച്ചിൽ പോകുമ്പോൾ എന്താ ഗുണം? ഒരു തർക്കങ്ങൾ ഉണ്ടാവില്ല, ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. വളരെ സ്നേഹത്തോടെ നമ്മൾ എന്തോരം നാൾ ജീവിക്കും. ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ചെറിയൊരു സമയമാണ് ലൈഫ്. ഈ ലൈഫിൽ നമ്മൾ തല്ലുകൂടാതെ ഈ ഹാർമോണിയൽ അപ്രോച്ചിൽ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടുകൾ വരുമ്പോൾ അത് പറഞ്ഞു തീർത്തുകൊണ്ട് കുട്ടികൾ അതിൽ ഇടപെടുത്താതെ, നേരത്തെ സാറ് പറഞ്ഞില്ലേ അമ്മമാർക്ക് മാത്രം നോക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്, സിംഗിൾ ഫാദറാണ്. ഞാൻ ഡൈവോഴ്സ് ആണ്. പക്ഷെ എന്റെ കുട്ടി എന്റെ കൂടെ ഉണ്ട്. ഞാൻ അവനെ 3 വയസ്സിൽ വന്നാണ് 8 വയസ്സായി. എന്റെ മകൻ ഇവിടെ ഉണ്ട്, ഈ ഫ്ലോറിലുണ്ട്. അപ്പോൾ അവനെ വളർത്തിയെടുക്കുന്നു. ഞാൻ എനിക്കൊരു വിഷമവുമില്ല. എന്റെ എക്സ് വൈഫ് ഉണ്ട്, അത് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തല്ലൊന്നും പിടിക്കാൻ പോകുന്നില്ല. അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ വേണ്ടത് എന്താണ് ഇപ്പോൾ? ഹാർമോണിയൽ അപ്രോച്ച്. ഹാർമോണിയൽ അപ്രോച്ച് ആയിട്ട് വളരെ നമ്മളെ ശാന്തമായിട്ട് എല്ലാം ചിന്തിച്ച് എല്ലാവർക്കും, അതായത് ഒരു സ്ത്രീ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്ന ആളല്ല. ആ സ്ത്രീ എന്നോടൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും വന്ന് ഫ്രീഡത്തോടു കൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും സെൽഫ് ലവ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പണ്ട് കാലത്ത് പറയാം. ഇപ്പൊ പോയാൽ അവർ പണിയൊക്കെ നീ പോയപ്പോ പണിയൊക്കെ പോയി. അതുകൊണ്ട് ഹാർമോണിയൽ അപ്രോച്ചാണ് വേണ്ടത്.